Good morning, Magle. Number question number 6, page number 80. A two-digit number is equal to 6 times the sum of its digits. The number got by interchanging the digit is 9 more than 4 times the sum of the digit. What is the number? ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഡിജിറ്റുകളുടെ നമ്പർ. ഇപ്പം തന്നെ ഈ എക്സസൈസ് രണ്ടാമത്തെയാണ്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല മക്കളെ. അപ്പം ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, ദ നമ്പർ. അപ്പൊ നമുക്ക് 2 ഡിജിറ്റ് നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കണ്ടീഷൻ എഴുതി, ലെറ്റ് നമ്പർ ഇൻ വൺസ് പ്ലേസ് y എന്നും നമ്പർ ഇൻ ടെൻസ് പ്ലേസ് x എന്നും. 2 ഡിജിറ്റ് നമ്പർ ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതുവാണ്. 2 ഡിജിറ്റ് നമ്പർ 23. അവർക്ക് 2 പ്ലേസ് ഉണ്ട്. ഒന്ന് വൺസിന്റെ പ്ലേസ്, അടുത്തത് ടെൻസിന്റെ പ്ലേസ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് പ്ലേസ് വാല്യൂ അനുസരിച്ച്. ഇപ്പൊ 23 എഴുതുവാണെങ്കിൽ നിങ്ങൾ എന്നാ എഴുതും? 2 into 10, അത് ടെൻസിന്റെ പ്ലേസിലായിരുന്നു. പ്ലസ് 3 into 1, 3 വൺസിന്റെ പ്ലേസിലാണ്. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഓർക്കുന്നുണ്ടോ? അപ്പൊ നമ്മളിവിടെ ഞാനിപ്പോ 23 2ന്റെ 3യുടെ സ്ഥാനത്ത് 1ന്റെ സ്ഥാനത്ത് ഞാനിപ്പോ കൊടുക്കുന്നത് y ആണ്, 2ന്റെ സ്ഥാനത്ത് x. അപ്പം x എന്ന് പറയുന്നത് ഡിജിറ്റ് ആണ്, ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ്. y എന്ന് പറഞ്ഞാൽ വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ്. സോറി, വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പർ എന്നാന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ നമ്മുടെ നമ്പര്? ഇത് വെറും ഡിജിറ്റുകളാണ്, എക്സും വൈയും. അപ്പൊ നമ്മുടെ നമ്പർ, ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് നമ്പർ എഴുതുമ്പോൾ നമ്മൾ അവിടെ പ്ലേസ് വാല്യൂ വെച്ച് എഴുതണം. അപ്പൊ എക്സ് ഏതിന്റെ പ്ലേസിലാണ് കിടക്കുന്നത്? ടെൻസിന്റെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? 10x എന്നും പ്ലസ് y വൺസിന്റെ പ്ലേസിൽ കിടക്കുന്നുണ്ട് 1y ക്ക് പകരം y എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ. കണ്ടോ മക്കളെ? അപ്പൊ നിങ്ങൾ വെറുതെ അത് തമ്മിൽ ആഡ് ചെയ്താൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ x+y അങ്ങനൊന്നും എഴുതാൻ പറ്റില്ല. നമ്മൾ നമ്പർ എഴുതുമ്പോൾ എക്സും വൈയും എന്ന് പറയുന്നത് വെറും ഡിജിറ്റുകളാണ്. വൈയുടെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റും വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് വൈയും ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് എക്സും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കും? 10x തുല്യവും y എന്ന് പറഞ്ഞാൽ 1y തുല്യവുമാണ്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 10x + y ആണ്. അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? 6 times the sum of digit. ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? എക്സും വൈയും. അപ്പം ഡിജിറ്റുകൾ തമ്മിൽ സം ചെയ്തിട്ട് അതിന്റെ 6 times എന്നാണ്. 6 times എന്ന് പറഞ്ഞാൽ 9 into 6. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ്. ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന 6 കൊണ്ട് ആദ്യം എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തു, 6x, പിന്നെ 6നെ y കണ്ട് ഈ സൈനാണ് പ്ലസ് ഇവിടെ കൊടുക്കുന്നത്. 6y, എക്സും വൈ എല്ലാവരുടെ തൊട്ട് കൊണ്ടുവരുവാണ്. 10x ഇവിടെ കിടപ്പുണ്ട്, പ്ലസ് 6x ഇപ്പുറത്ത് വരുമ്പോൾ -6x, y ഇവിടെ കിടപ്പുണ്ട്, 6y ഇപ്പുറത്ത് വരുമ്പോൾ -6y ഈസ് ഈക്വൽ ടു, അതിനപ്പുറത്തേക്ക് സംഖ്യ ഉണ്ടോ? ഈസ് ഈക്വൽ ടു 0 പ്ലസ് മൈനസും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4x, വലുതിന്റെ സൈൻ പ്ലസ്, ഇവിടെയും പ്ലസും മൈനസും ആണ്. വലുതിന് ചെറുത് കുറച്ച് 5 ആണ് അല്ലേ? അപ്പൊ എന്നിട്ട് വലുതിന്റെ സൈൻ ഏതാണ്? 6. അപ്പം -5y ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി. കണ്ടോ? 4x - 5y ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എഴുതി. ഓക്കെ, ഇനി എന്നാ അവർ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്. നമ്മളിനി ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്യുവാണ്. ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഇനി ഏത് വരും? തിരിഞ്ഞു വരും. ഏതാണ്? വൺസിന്റെ പ്ലേസിൽ എക്സും ടെൻസിന്റെ പ്ലേസിൽ വൈയും. അപ്പൊ നമ്മുടെ സംഖ്യ എങ്ങനെ എഴുതും? നമ്മുടെ നമ്പർ എന്നായിരിക്കും? 10y + x ആയിരിക്കും. കണ്ടോ നമ്പേഴ്സ്? കണ്ടോ? ഡിജിറ്റ് ആദ്യം എക്സും വൈ ഇങ്ങനെ കിടന്നപ്പോൾ y വൺസിലും എക്സ് ടെൻസിലും കിടന്നപ്പം നമ്മുടെ നമ്പർ എന്നായിരുന്നു? 10x + y. ഇപ്പൊ ഡിജിറ്റ് തിരിഞ്ഞു, വൺസിന്റെ പ്ലേസിൽ എക്സ് പോയി, അതായത് 23 എന്നുള്ളത് തിരിഞ്ഞ് എന്തായിട്ട് മാറി? 32 ആയി. തിരിഞ്ഞു. കണ്ടോ? അപ്പം ഇവിടെ എക്സ്, ഇവിടെ വൈ. അപ്പൊ നമ്മുടെ സംഖ്യ നമ്പർ എങ്ങനെയായിരിക്കും? 10y + x. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത് തിരിഞ്ഞു പോയപ്പോൾ the number got by interchanging the digit is, അപ്പം ഇതാണ് നമ്പർ. ഏതാണ്? 10y + x എന്ന് പറഞ്ഞാൽ 9 more than 4 times the sum of the digit. ഡിജിറ്റുകൾ ഏതൊക്കെ തന്നെയാണ്? എക്സും വൈയും ആണ്.
എക്സും വൈയും ഡിജിറ്റ് ആഡ് ചെയ്തിട്ട് എത്ര ടൈംസ്? 4 ടൈംസ്. കേട്ടോ, ഡിജിറ്റ് 4 ടൈംസ് സം ഓഫ് ഡിജിറ്റ്, 4 ടൈംസ് സം ഓഫ് ദ ഡിജിറ്റ് എക്സ് പ്ലസ് വൈ. ഇത് എത്ര വരും? 4 ടൈംസ് 9 മോർ ദാൻ എന്നാണ്. അപ്പം 9 മോർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാ കൊടുക്കണം? +9. ഇത് എക്സ് പ്ലസ് വൈ എന്നോ വൈ പ്ലസ് എക്സ് എന്ന് എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കില്ല ഇപ്പം മുമ്പ് എക്സ് പ്ലസ് വൈ ഡിജിറ്റ് തിരിഞ്ഞു പോയില്ലേ, നമുക്ക് വൈ പ്ലസ് എക്സ് എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. സെയിം തന്നെയല്ലേ കിട്ടുന്നത്. 3+2 എന്ന് എഴുതാലും 2+3 എന്ന് എഴുതാലും സെയിം ആൻസർ ആയിരിക്കും. വേണ്ട, രണ്ടാമത്തെ കണ്ടീഷൻ എഴുതിയാണ്. അപ്പൊ രണ്ടാമത്തെ നമ്പർ മാറിയിട്ടുണ്ട്. 10y + x. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇത് ഇച്ചിരി വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ മക്കളെ. അപ്പൊ ഇതെന്ന് പറയുന്നത് അതായത് ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്തതിന്റെ 4 ടൈംസിന്റെ കൂടെ 9 മോർ +9. അതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 10y + x = 4 × x 4x പ്ലസ് പിന്നെ കഴിയും 4 × y 4y +9. ഇപ്പം നമുക്ക് നമ്പർ ഉണ്ട്. അപ്പം എക്സും വൈയും ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. 4x ഇപ്പുറത്ത് വരുമ്പോൾ -4x, 4y ഇപ്പുറത്ത് വരുമ്പോൾ -4y = 9. അവിടെ തന്നെ കിടക്കട്ടെ. എക്സ് വെച്ചും കൂടെ നോക്കി, എക്സ് ആദ്യം എഴുതാം. +x -x. അപ്പൊ എന്നാ വരും? 4ൽ നിന്ന് 1 പോകാൻ 3x, വലുതിന്റെ സൈൻ -3x. ഇനി y -4yയും 10yയും പ്ലസും മൈനസും വരുമ്പോൾ എന്ത് ചെയ്യും മക്കളെ? സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ 6 വലുതിന്റെ സൈൻ +6y = 9. ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. കണ്ടോ, 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇക്വേഷൻസ് ഏതൊക്കെയാണ്? 4xും ഇവിടെ എന്നായിരുന്നു? 5y. 4xും 5y എടുത്തെഴുതാവേ. 4x - 5y = 0. -3x + 6x 6y. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നോക്കട്ടെ. ഇതൊന്ന് ചെറുതാക്കാൻ നമുക്ക് നോക്കാം. ചെറുതാക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? ഇതല്ലല്ലോ 4 5 വ്യത്യസ്തമായിട്ടുള്ള സംഖ്യ. ഇതെല്ലാം 3 6 9 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? നമുക്ക് ഇതിനെ മൊത്തം ഒന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 3/3 വരുമ്പോൾ 1x. ഇത് പ്ലസ് 6/3 വരുമ്പം 2y. 9/3 എന്ന് പറയുമ്പോൾ 3. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് മാറി. അത് നമുക്ക് എടുത്തേക്കാം കേട്ടോ. ചെറുപ്പം ഇത് ഈസി ആക്കാൻ വേണ്ടിയാണ്. -x + 2y = 3. മറ്റേത് വെച്ച് എഴുതിയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 3ഉം. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിങ്ങനെ ഇവിടെ ഇപ്പൊ -3x എന്ന് വെച്ച് എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊന്ന് ചെറുതാക്കി. അതായത് ഇതെല്ലാം 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ. 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൊത്തം 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ലേ? അപ്പൊ 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇവിടെ ആരെങ്കിലും സെയിം ഉണ്ടോ? ഇല്ലല്ലോ മക്കളെ, നമുക്ക് ഒരുപോലെ ആക്കണ്ടേ? അപ്പൊ നമുക്കിവിടെ എക്സിനെ ആക്കാം. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 1 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിനെ കൂടെ 4 ആക്കിയാൽ പോരെ. ഇത് പിന്നെ y എടുത്താണെങ്കിൽ 2നെ മേളിൽ മൾട്ടിപ്ലൈ ചെയ്യണം, 5നെ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് വേണ്ട. നമുക്ക് ഇവിടെ വന്നാൽ ഒറ്റ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇവിടെ 4x ഉണ്ട്, ഇവിടെ 1x ആണ്. ഇതിനെ കൂടെ 4 ആക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി? മൊത്തം ടൈമിനെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ. അപ്പം 1ന് വ്യത്യാസമുണ്ടോ? ഇല്ല. 1 അതുപോലെ തന്നെ 4x - 5y = 0. അതുപോലെ തന്നെ കിടക്കുന്നു. 3 ഒന്ന് മാറും. 4 കൊണ്ട് ചെയ്തേ. 4 × x -4x + 4 × 2 8y = 4 × 3 12. ഇക്വേഷൻ നമ്പർ 4 എന്ന് എഴുതാം. പുതിയ ഇക്വേഷൻ കിട്ടി. ഇനിയിപ്പോൾ ക്യാൻസൽ ആയി കണ്ടോ. +4x - 4x. ഇത് പ്ലസും മൈനസും വൈയും സബ്ട്രാക്ട് ചെയ്തു. 3 വലുതിൻ്റെ സൈൻ. ഇത് പ്ലസും 0യും 12. അപ്പൊ 3y = 12. y = 12നെ അല്ലേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ ചെയ്യുന്നത്? 4. അപ്പൊ വൈയുടെ വാല്യൂ എത്ര കിട്ടി മക്കളെ? 4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഏതെങ്കിലും ഇക്വേഷനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഏതെങ്കിലും ഇക്വേഷനിൽ ആ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ 4x - 5. ഇനി എപ്പോഴും ഫസ്റ്റ് ഇക്വേഷനിലായിരിക്കും കൊടുക്കാൻ ഇഷ്ടം. കാരണം ഒരു ചേഞ്ചും വന്നില്ല, അതുപോലെ തന്നെ കിടക്കില്ലേ? ഓക്കെ, അത് കൊടുക്കുവാണേ വൈയുടെ വാല്യൂ. അപ്പോൾ 4x - 5 × 4. വൈയുടെ സ്ഥാനത്ത് = 0. 4x 20 = 0 അല്ലേ? 4x -20 അപ്പുറത്തും ഉണ്ടോ? ഇവിടെ 0 കിടക്കണം. 0 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. -20 ഇപ്പുറത്തും +20. x എന്ന് പറയുമ്പോൾ 20യെ
4 ഇപ്പുറത്ത് നിന്ന് എന്നാ ചെയ്യണം മക്കളെ? ഡിവൈഡ് ചെയ്യണം അല്ലേ? 5. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 5 എന്ന് കിട്ടി ആണല്ലോ. അപ്പൊ എക്സ് 5ഉം y 4 എന്നും കിട്ടി. ഓക്കെ, നമ്മുടെ നമ്പേഴ്സ് നമ്മൾ എന്നാ പറഞ്ഞേ? ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ്. അപ്പം ഡിജിറ്റ് ഇൻ വൺസിന്റെ പ്ലേസ് y ആയിരുന്നു. y എത്രയാണ്? 4. ഡിജിറ്റ് ഇൻ ടെൻസ് പ്ലേസ് എന്നായിരുന്നു? x ആയിരുന്നു. x എത്രയാണ്? 5. therefore നമ്പർ ഈസ് എത്രയാണ്? നമ്മുടെ സംഖ്യ എങ്ങനെയാ വന്നിരുന്നത്? ടെൻസിന്റെ പ്ലേസിൽ എക്സ്, വൺസിന്റെ പ്ലേസ് വൈ. അപ്പൊ ടെൻസിന്റെ പ്ലേസിലുള്ള ആദ്യം എഴുതി 5, വൺസിന്റെ പ്ലേസിൽ രണ്ടാമത്. therefore the number is 54. കണ്ടോ? 54 ഇങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ നമ്പർ എന്നാണ് പറഞ്ഞത്? ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതാല്ലേ? therefore നമ്പർ നമ്മളിങ്ങനല്ലേ എഴുതിയേ? 10x + y എന്നല്ലേ നമ്മൾ എഴുതിയത് നമ്പർ. അപ്പൊ ഒന്ന് കൊടുത്തേ. 10 × x എത്രയാണ്? 5 പ്ലസ് y എത്രയാണ് കിട്ടിയത്? y എന്ന് പറഞ്ഞാൽ 4. കേട്ടോ? 10 × 5 50. 50 + 4 54. ഇങ്ങനെ വേണമെങ്കിൽ എടുത്തെഴുതാം. കേട്ടോ? നമ്പർ കിട്ടിയാണ്. നമ്മൾ എഴുതിയ നമ്പർ എന്ന് പറഞ്ഞാൽ 10 നമ്മൾ ആദ്യം എഴുതി. നമ്മുടെ നമ്പർ 10x + y ആണ്. ഇന്റർചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് വാല്യൂസ് കൊടുത്ത് 54 ഇട്ട്, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും മതി. മക്കളെ ഇച്ചിരി പാടാണ്, എനിക്കറിയാം. ഇച്ചിരി കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കില്ല. നിങ്ങൾ ഇപ്പം 2 പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ രണ്ടും ഒന്ന് 2 പ്രാവശ്യം കണ്ടു, രണ്ടും ഒരു 2 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കി. അന്നേരത്തെ അതങ്ങ് പഠിച്ചില്ലേ? പഠിക്കും കേട്ടോ. ഇച്ചിരി പാടാണ്, എനിക്കറിയാം. എന്നാലും നമ്മളത് പഠിക്കണം. വിടരുത് കേട്ടോ. ഇപ്പം എനിക്ക് പാടാന്ന് പറഞ്ഞ് വിട്ടേക്കരുത്. ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ, ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യുന്ന സാധനം ഇത്. നോക്കി നോക്കിയാൽ എക്സാമിന്. അപ്പോൾ വിട്ട് കളയുമോ? ഇല്ല. എല്ലാവരും ചെയ്യണം കേട്ടോ മക്കളെ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയണ്ടേ? ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണ്ടേ? ഓക്കെ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും പറയാം നമുക്ക്. ഓക്കെ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണേ. താങ്ക് യു.